പാലക്കാട് MP ശ്രീമാൻ ശ്രീകണ്ഠൻ അവർ 15 ലക്ഷം രൂപ തന്ന് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും, വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ച് ഇതിൻ്റെ പുറകിൽ ഒരു കളരിയും ഓഫീസ് കെട്ടിടവും നിർമ്മിക്കുന്നത്. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥകളിയെ പറ്റി ഇന്നാട്ടിലെ കുട്ടികൾക്ക് പ്രചോദനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാ വർഷവും സ്കൂളുകളിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ നടത്താറുണ്ട്. 2-3 സ്കൂളുകളിൽ നടത്താറുള്ളൂ, എല്ലാ സ്കൂളിലും നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും കഥകളി പഠിക്കണമെന്നും കലയെ മനസ്സിലാക്കണമെന്നും ഉള്ള ഒരു ധാരണ മനസ്സിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ സംഭവിച്ചു പോകും. പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫ്രഞ്ച് തത്വചിന്തകൻ ഒരു വാക്ക് ഉപയോഗിച്ചു, ദേജാവു. ദേജാവു എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം നല്ല പരിചയമുണ്ടല്ലോ, ചിലരെ കണ്ട ഇളയെ നമുക്കറിയാലോ, പാട്ട് കേട്ട ഇതെനിക്കറിയാലോ, പണ്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരവസ്ഥ. ചില സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും പോകാനുള്ളൊരു ത്വര, ഡെജാവു, ഫ്രഞ്ച് പറയുന്ന വാക്കാണ്, സൈക്കോളജിയിലൊരു വാക്ക്. ഈ തിരുവാതിര കുളിർകാറ്റടിച്ചാൽ താടിയരങ്ങ് വേണം, ആ താടിയരങ്ങിന് എത്തണം. കഥകളി കണ്ടാലും കണ്ടില്ലെങ്കിലും എല്ലാവരും കൂടി കൂടണം, മുറുക്കണം, ഊണ് കഴിക്കണം, താടി സദ്യ അനുഭവിക്കണം. ഇത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സന്തോഷം, ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് 2001 കഥകളി കല്ലുടിച്ചിട്ടയുടെ പരമാചാര്യന്മാരായിരുന്ന പത്മശ്രീ കീഴ്പ്പളം കുമാരൻ നായരാശൻ, പത്മഭൂഷൺ രാമൂട്ട് നായരാശൻ, പ്രൊഫസർ പത്മനാഭൻ നായരാശൻ അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന താഴത്തേതിൽ കേശവൻ മാസ്റ്ററുടെ വീട്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ കൂടുന്നത്. അന്ന് നമ്മൾ തുടങ്ങിയൊരു കളരി 95 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കഴിഞ്ഞ 24 വർഷത്തിൽ നമ്മൾ നടത്തി. മാസ്റ്ററുടെ വീട്ടിലും അത് കഴിഞ്ഞ് വാടക സ്ഥലത്തും ഇവിടെയുള്ള പുറമ്പോക്കിലും പിന്നീട് നമ്മൾ സ്ഥലമുണ്ടാക്കിയുള്ള കളരിയിലും നടത്തിയ ഈ അഭ്യസനം നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി ചിന്തിക്കുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ സാർ അവരുടെ MP ലാഡ് ഫണ്ടിൽ ഒരു 15 ലക്ഷത്തിലോ കളരി നിർമ്മിക്കുന്ന ശ്രമത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സാറത് നമ്മളോട് വാഗ്ദാനം ചെയ്തത് പാലിച്ചു. അത് നമ്മളുടെ എല്ലാവരുടെയും പേരിൽ, കലാഗ്രാമത്തിൻ്റെ പേരിലും, നാണനായസ്മാരുടെ പേരിലും, താടി ഇറങ്ങി വരുന്ന എല്ലാവരുടെ പേരിലും, കലാകാരന്മാരുടെ പേരിലും നമ്മളെന്നും കടപ്പെട്ടിരിക്കും. കഥകളിക്കോപ്പും പാട്ടുകലാകാരനുമായിരുന്ന ശിവരാമൻ കാട്ടൂക്കാരൻ, അണിയറ കലാകാരനായിരുന്ന ശ്രീ ഏവൂർ മാധവൻ നായർ, എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഈ നിമിഷം നമുക്കേവർക്കും ആദരപൂർവ്വം സ്മരിക്കാം, പ്രണമിക്കാം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയങ്കരായ സഹൃദയരായിട്ടുള്ള കലാസ്നേഹികളായ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, വെള്ളിയേരി നാണുനായർ സ്മാരക കലാകേന്ദ്രം നടത്തുന്ന നാടിയരങ്ങ് 24 വർഷം പിന്നിട്ടിരിക്കുക. 24ാം വാർഷികമാണ്. ഈ വാർഷികത്തോടനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം വെബ്സൈറ്റ് അറിയിക്കുക. നമ്മുടെ കലാകേന്ദ്രം
ഇതുപോലുള്ള കൂട്ടായ്മ എല്ലാ വർഷവും വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി നടത്തുകയാണ്. നാടിയരങ്ങ് 2025 24ാം വാർഷികം നമ്മൾ ഈ ഡിസംബർ 24 ഇവിടെ ആഘോഷിക്കുകയാണ്. ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്ന വളരെ ഹൃദ്യമായ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും പകരുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കഥകളി കാണുന്നതിന് വേണ്ടി, കുഴപ്പമില്ല, അവർ പത്രക്കാരാണ്. എന്തായാലും നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയാണ്. വളരെ അപൂർവമായിട്ടുള്ള നമ്മുടെ കഥകളി പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ഒരു കലയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറെ പേരുകേട്ട നമുക്ക് ഇന്നിപ്പോൾ ലോകത്ത് മുഴുവൻ പ്രസിദ്ധമായ ഒരു കലയായി നമ്മുടെ കഥകളി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ആകൃഷ്ടമായിട്ടുള്ള നവീന രീതിയിലുള്ള ചിട്ടപ്പെടുത്തി കഥകളി വളരെ അധികം സുപ്രസിദ്ധമായ ഒരു കലയായി മാറിയിരിക്കും. സത്യത്തിൽ നമ്മുടെ ഒറ്റപ്പാലം വള്ളുവനാട് അതിൻ്റെ സ്ഥിരാകേന്ദ്രമായ നമ്മുടെ വെള്ളിനേഴിയാണ് കഥകളി ഗ്രാമമായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. കേരള കലാമണ്ഡലത്തിൽ ഒരുപാട് കാലം അവിടെ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ഒട്ടേറെ പേരെ നമുക്ക് നമ്മുടെ മണ്ണിൽ കാണാൻ കഴിയും. പഴയകാല കഥകളി ആചാര്യന്മാരായിട്ടുള്ള ഒരുപാട് പേർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കലാകാരന്മാരും നമ്മുടെ നാടിൻ്റെ സംഭാവനയാണ്. കലയും സംസ്കാരവും എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹൃദ്യസ്ഥമായിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന, നമുക്കറിയാം, മാനവരാശിയുടെ തന്നെ ഐക്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലയും സാഹിത്യവും ഒക്കെ. പല ഭാഷകളിലും ഉള്ള കഥകളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ നമ്മുടെ സമൂഹത്തിനെ ഒരുമിപ്പിച്ച് നിർത്താൻ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പാരമ്പര്യവും സംസ്കാരവും എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലകൾ അഭ്യസിച്ചിട്ടുള്ളവർ നമ്മുടെ പാലക്കാട് ജില്ലക്കാരാണ്. അതിലേറ്റവും കൂടുതൽ നാടൻ കലകളുള്ളത് നമ്മുടെ പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ആഘോഷമുള്ള ഒരു ജില്ല ഏതാ ചോദിച്ചാൽ അത് പാലക്കാടാണ്. നമുക്കറിയാം, ക്ഷേത്ര ഉത്സവങ്ങളും ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തുടങ്ങുന്ന ആഘോഷങ്ങൾ അത് ഹൈന്ദവ ആചാരപ്രകാരമുള്ളത് മാത്രമല്ല. ഇന്നൊക്കെ ഞാൻ വരുമ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളിൽ ക്രൈസ്തവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഗംഭീരമായ ആഘോഷവും സന്തോഷവും ഒക്കെ പങ്കിട്ടുകൊണ്ടുള്ള വിരുന്നുകൾ ഉൾപ്പെടെ ഇന്നും രാത്രിയും നാളെയും ക്രിസ്മസും നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നേർച്ച ഉൾപ്പെടെയുള്ള മറ്റു പള്ളി പെരുന്നാളുകൾ. അതിനും നമ്മളാണ്, പാലക്കാട്ടുകാരാണ് മുൻപന്തി. മറ്റെല്ലാ ജില്ലയിനേക്കാളും കൂടുതൽ മതസൗഹാർദ്ദമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ നാട്. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് പൂരം ആരംഭിച്ച് വേലയിലെത്തി അവസാനം ചിറ്റൂർ കൊങ്ങമ്പടയിലും അവസാനിപ്പിക്കുന്ന മുണ്ടൂർ കുമ്മാട്ടി ഉൾപ്പെടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക്. അതുകൊണ്ട് തന്നെ നല്ല സന്മനസ്സുള്ളവരാണ്. കലാകാരന്മാർ വഹിക്കുന്ന പങ്ക് സമൂഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അവർ വഹിക്കുന്നത്. കഥകളിയാണെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇതെല്ലാം അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു ആനന്ദം ഉണ്ടാവും. പക്ഷെ കാണുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു സമയം, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന് ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് സംഭാവന ചെയ്തത്. കലാകേന്ദ്രം പ്രസിഡന്റ് ശ്രീ അച്യുതൻകുട്ടി അവർകളാണ്.
അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും ഈ നാട് തീർച്ചയായും നന്ദിയോടെ സ്മരിക്കുന്നു സർ. ഈ ചടങ്ങിൽ കളിയരങ്ങിന് കാലടി മണ്ണ് എന്ന പദ്ധതിയുടെ ബ്രോഷർ കൂടി ഉദ്ഘാടന കർമ്മം ദേവകി മാഡത്തെ, മലപ്പുറം എഡിഎമായ ദേവകി മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് സർവീസ് പ്രൊവൈഡറിൽ കാൻഡർ ലോജിസ്റ്റിക്സ് LLPയിൽ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കലാകേന്ദ്രത്തിന്റെ ഏതു പ്രവർത്തനങ്ങളിലും സന്തോഷപൂർവ്വം പിന്തുണ നൽകുന്ന ഉജ്ജ്വല വ്യക്തിത്വമായ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കലാകേന്ദ്രത്തിന് നാടുനായർ ആശാന്റെ മകളായ ശോഭാഗീതാനന്ദൻ, അവർ തന്റെ അച്ഛന്റെ കലാകേന്ദ്രത്തിന്റെ കളിയരങ്ങിനായി ആദ്യഗഡു സംഭാവന ചെയ്ത വിവരവും സന്തോഷപൂർവ്വം ഈ വേദിയിൽ അറിയിക്കുകയാണ്. അവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വെള്ളിനേഴി നാടുനായർ സ്മാരക കലാകേന്ദ്രത്തിൻ്റെ താടിയരങ്ങ് എന്ന ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ശ്രീ സി അച്യുതൻകുട്ടി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവർ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ യോഗത്തിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് ഇങ്ങനെ ഒരു യോഗത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ മകൻ്റെ കല്യാണം ആയിരുന്നു. അതിന് ലീവ് എടുത്ത് സമയത്തായതുകൊണ്ടാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. നിലവിൽ ഞാൻ വയനാട് ADM ആണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാറില്ല. നിങ്ങൾക്കറിയാം, വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും ദുരന്തമുള്ള ഒരു കാലഘട്ടമായിരുന്നു 2025. അപ്പോൾ ആ സമയത്ത് നമുക്ക് 24-25 കാലഘട്ടങ്ങളിൽ നമുക്ക് അവിടുത്തെ തിരക്കുകളിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഇന്ന് എനിക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. എൻ്റെ നാട്ടുകാരായ പ്രിയപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കഴിഞ്ഞു. ഈ മഹത്തായ യോഗം നിങ്ങൾക്കറിയാം, കലാകേന്ദ്രം എന്ന് പറഞ്ഞ് ഞാൻ പറയലുണ്ട്. എൻ്റെ വീട് കൊളക്കാടാണെങ്കിലും വീട് എവിടെയെന്ന് ചോദിച്ചാൽ കൊളക്കാട് എന്ന് പറഞ്ഞ് ചെറിയ ഗ്രാമമായതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ അറിയില്ല. അപ്പം ഞാൻ പറയും വെള്ളിനേഴി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അറിയാം, കഥകളിയുടെ നാടല്ലേ, കലകളുടെ നാടായ വെള്ളിനേഴിയെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വീട് വെള്ളിനേഴി ആണെന്നാണ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്ന് പറയുന്ന സമയത്താണ് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എന്നെക്കുറിച്ചും അറിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്രാമത്തിൽ ഇത്രയും നല്ലൊരു കലാകേന്ദ്രം ഇവിടെ ഉയർന്നു വന്നതിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയാണ്. നമ്മൾ കലാകേന്ദ്രത്തിൽ ഇത്രയധികം പ്രോത്സാഹനം എന്താണെന്ന് നിങ്ങൾ തുടങ്ങിയാൽ മതി, ബാക്കി ഞാൻ എത്തിച്ചു തരാം എന്ന് പറയുമ്പോൾ തന്നെ സാറിനോട് അതിനോടുള്ളൊരു നമ്മൾ എത്രമാത്രം ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അപ്പം നമ്മളൊന്നിങ്ങനെ തുടങ്ങിക്കൊടുത്താൽ മതി, ബാക്കിയെല്ലാം വഴിയേ വന്നോളും. അത് എന്നോട് പിന്നെ ഇപ്പോൾ അച്യുതൻകുട്ടി സാറ് പറയണ്ടായി, അത് നടക്കും എന്ന് അത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. അത് നടക്കുമെന്ന് നിങ്ങളെ എൻ്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ കണ്ടുകൊണ്ടതാണ്. അപ്പം തന്നെ ഞാനും വിചാരിച്ചു, ഞാനും എടുക്കാം, 4-5 കൂപ്പൺ ഞാനും എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കാര്യത്തിന് നമ്മൾ പൈസ കൊടുത്താൽ ഇവന് എന്തിനാ കൊടുക്കുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരം മാത്രം മതി, നിങ്ങളുടെ കയ്യിലുള്ള പൈസ താനേ അദ്ദേഹത്തിനകത്തേക്ക് എത്തിച്ചേർന്നോളൂ. അതിനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ താടിയരങ്ങിനെയും നാണു ആശാനെയും കുറിച്ചിട്ടും ഇപ്പോൾ ഇവിടെ എല്ലാവരും സംസാരിച്ചു. നമ്മുടെ വെള്ളിനേഴിയുടെ മണ്ണിൽ ഒരുപാട് മഹാപ്രതിഭകൾ ജീവിച്ച് മൺമറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളിനേഴിക്കാർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ് നാണു ആശാൻ. ചുവന്ന താടിയുടെ കുലപതി നാണു ആശാന്റെ
സ്മരണയ്ക്കായിട്ട് ഇവിടെ നടത്തുന്ന താടിയരങ്ങ് പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ അച്ചൂട്ടൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പാലക്കാടിൻ്റെ സ്വന്തം MP ശ്രീ VK ശ്രീകണ്ഠൻ, വേദിയിലിരിക്കുന്ന നമ്മുടെ സഹോദരി വയനാട് ADM ശ്രീമതി ദേവകി അവർകൾ, മറ്റ് കലാകേന്ദ്രം ഭാരവാഹികളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട കലാകാരന്മാരെ, നാട്ടുകാരെ, സമയം വളരെ വൈകിയതുകൊണ്ട് ദീർഘമായി ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട് വെള്ളിനേഴി എന്ന ഗ്രാമം വളരെ കാലമായി തന്നെ, ചരിത്രപരമായി തന്നെ കഥകളിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ഗ്രാമമാണ്. പ്രതിഭകളായ നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകുകയും നിരവധി കലാകാരന്മാരുടെ പ്രവർത്തന കേന്ദ്രമാവുകയും ചെയ്ത നമ്മുടെ ഈ നാട് കാന്തള്ളൂർ ക്ഷേത്രവും ഉളപ്പമണ്ണ മനയുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കഥകളിയുടെ ഒരു വലിയ കളിയരങ്ങും കളരിയും അതുപോലെ ഗവേഷണ കേന്ദ്രവും എല്ലാം ആയിക്കൊണ്ട് ഈ നാട് അഭേദ്യമായൊരു ബന്ധം കഥകളിയുമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കലകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കലാഗ്രാമം എന്ന പേര് തന്നെ നമ്മുടെ കേരള സർക്കാർ 2014 നമ്മുടെ ഈ ഗ്രാമത്തിന് നൽകിയതാണ്. 2001 സ്ഥാപിതമായ ഈ സ്ഥാപനം 24 വർഷം പിന്നിടുകയാണ്. ഈ 24 വർഷത്തിനിടയ്ക്ക് ഈ രംഗത്ത് നടപ്പാക്കിയ സാംസ്കാരിക രംഗത്ത് നടപ്പാക്കിയ സൃഷ്ടിർഹമായ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട MP ഈ സ്ഥാപനത്തിൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി അനുവദിച്ച ഫണ്ട്, പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ദാഹം അകറ്റാൻ ഉതകുമായിരുന്നുള്ളൂ, വിശപ്പ് മാറ്റാൻ കുറച്ചുകൂടി വേണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ അദ്ദേഹം നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് അത് തരാം എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഈ വേളയിൽ തുടക്കുന്നില്ല. ഈ താടിയരങ്ങന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയ കഥകളി നടൻ കലാമണ്ഡലം സുഖു പണിക്കരെ നമുക്ക് ആദരിക്കാം. നിറകയ്യടികളോടെ നമുക്ക് അദ്ദേഹത്തിന് സ്നേഹം പങ്കിടാം. വെള്ളിനേഴിയെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന പ്രദേശം കഥകളിയുടെ ഈറ്റില്ലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ നല്ല നിലയ്ക്ക് ഇടപെടുന്ന ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടക്കാലത്ത് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി വളരെ നല്ല രൂപത്തിൽ നല്ല സംഘാടനത്തോടു കൂടി ഇത്തരം സാംസ്കാരിക സംഘടനകൾ നാട്ടിൽ വേരൂന്നി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ കാണുന്ന പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ MPയും മറ്റേ ADM ഒക്കെ സൂചിപ്പിച്ച പോലെ ഇതൊരു ലഹരിയാണ്. ഈ കല എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ജാതിയിലും മതത്തിലും അതുപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങളിലും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഒത്തുകൂടുന്ന ഒരേ ഒരു സംഭവമാണ് ഈ സാംസ്കാരിക പ്രവർത്തനം. അതിൽ ഈ നാണുനായർ 24 വർഷം പിന്നിടുന്ന ഈ സംവിധാനത്തിന്
എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അതോടൊപ്പം കായിക മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കർക്ക് താടിയറിങ്ങ 2025 എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുന്നു. നമ്മുടെ ബഹുമാന്യ MP-യിൽ നിന്നും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത് വലിയ ആഗ്രഹമായിരുന്ന കുട്ടികളാണ്. തീർച്ചയായും അവരുടെ ഭാവിയിൽ അത് വലിയൊരു പ്രോത്സാഹനം തന്നെയായി മാറട്ടെ. കൂടുതൽ വിജയങ്ങൾ അവരെ തേടിയെത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിറഞ്ഞ കയ്യടികൾ നൽകാം.